ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും നടക്കുന്ന ഒരു ഡേ അല്ല, ജസ്റ്റ് എൻ്റെ ഒരു നോർമൽ ഡേ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഫുള്ളൊന്ന് റെഡിയാക്കി വെക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ തിരിച്ച് ആ റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഇത് രണ്ടും എൻ്റെ പാവക്കുട്ടികളാണ്. അപ്പോൾ ഇവരെയും ഞാൻ ആ ബെഡിൽ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി കിടത്താറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ സൈഡിൽ റൂമിൻ്റെ സൈഡിലൊരു സീബ്ര ബ്ലൈൻഡ്സ് ഉണ്ട്. അപ്പോൾ അത് തുറന്നിടും. കാരണം എനിക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ എനിക്കതാണ് ഇഷ്ടം. പിന്നെ നേരെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കെൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേയിൽ എനിക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. വേറെ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ വിശപ്പ് ആയിട്ടായിരിക്കും ഞാൻ എണീക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ മൈക്രോവേവിൽ വെച്ചതിന് ശേഷം ഞാൻ സൈഡിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ യൂഷ്വലി ഞങ്ങൾ ഫുഡ് മൈക്രോവേവിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ദർഹം റീജിയനിൽ ഫുഡ് വേസ്റ്റ് വെക്കുന്ന ദിവസമാണ്. എല്ലാ ട്യൂസ്ഡേയ്സും ആണ് ഫുഡ് വേസ്റ്റ് വെക്കുന്നത്. ഇതാട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ. ഭയങ്കര അടിപൊളി ആൾക്കാരും നല്ലൊരു ഏരിയ ആണ്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ എൻ്റെ മുടിയൊക്കെ ചീകി കുറച്ച് നേരം ഒരു മീ ടൈം പോലെ നോക്കാറുണ്ട്. പുതിയ എന്തെങ്കിലും പിമ്പിൾസ് വന്നോ, ഇല്ലെങ്കിൽ പഴയതിൻ്റെയൊക്കെ സ്കാർസും ഒക്കെ പോയി തുടങ്ങിയോ എന്നൊക്കെ നോക്കി സ്വന്തമായിട്ട് ഞാൻ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നൊരു ടൈമാണിത്. അത് കഴിഞ്ഞാൽ നേരെ ഞാൻ എൻ്റെ ചൂലയ്ക്കായിട്ട് ഞാൻ അടിച്ചു വാരാൻ ഇറങ്ങും. എനിക്ക് അടിച്ചു വാരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെയാണ് അടിച്ചു വാരുന്നത്. എത്രയൊക്കെ ടൈം ഇല്ലെങ്കിൽ ഒരു ദിവസം അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ട്. വീക്ക്ലി വൺസാണ് ഞങ്ങൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കി ഇടാറുണ്ട്. ഇതിൽ എൻ്റെ കുറച്ച് പെർഫ്യൂംസ്, കുറച്ചല്ല 2 പെർഫ്യൂംസ്, കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പൗച്ചിലേക്ക് ഇടാമെന്ന്. ഇത് ഒരു സാധാ ഒരു പൗച്ചാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിങ്ങനെ വെറുതെ എല്ലാം കൂടെ വാരി വെതറി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു പൗച്ച് ഇന്നലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് ഇത് ഫുൾ ഇടാം. ഇത് ഓറൽ മിസ്റ്റാണ്. ഇത് ഞാൻ എപ്പോഴും കൈ കരുതാറുണ്ട്. പിന്നെ നൈക്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഫുൾ ലിപ്സ്റ്റിക്കുകളായിരിക്കും. ഇതൊരു ലിപ് ടിൻ്റാണ്. ലിപ് ബാം പ്ലസ് ടിൻറ്റോ, കളർഫുൾ ഗ്ലോസ് ബാം. ഒന്ന് ഇത് വേറെ ഒരെണ്ണം, ഇതും സെഫോറ. ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ലാക്മി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതാറായി. പക്ഷേ ഇതിനൊരു റിപ്ലിക്ക പോലെ ഞാൻ ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ് സെഫോറയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. മെയ്ഡ് ഇൻ ലക്സംബർഗ് എന്നുള്ള 25 ആണ് ഷെയ്ഡ് ഇത്. പിന്നെ ഇത് ഞാൻ ഇവിടെ മാത്രം വന്നിട്ട് കണ്ടുപിടിച്ച ഒരു ബ്രാൻഡാണ് ഇൻടു യു എന്നുള്ളത്. എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഇതിലേക്ക് ഇടുന്നു. ഇത് റോം ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതും എൻ്റെ കയ്യിലുള്ള കളറിൻ്റെ മറ്റേ ലാക്മിയുടെയും സെഫോറയുടെ ഒക്കെ ഒരു റിപ്ലിക്ക പോലെയുള്ള ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, ലിപ്സ്റ്റിക്കുകൾ കഴിഞ്ഞു. ഇനി 2 പെർഫ്യൂംസ് ഉണ്ട്. ഇത് കയറോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. അത്ര സാധനങ്ങൾ പോയപ്പോൾ തന്നെ എൻ്റെ ബാഗിൽ അത്യാവശ്യം സ്ഥലം വന്നു. ഇത് കയറില്ല. സോ ഇത്രയും ആക്കി കഴിഞ്ഞു. ഈ ബാഗിലാണ് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സും എൻ്റെ വെള്ളം ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഈ ബാഗിനകത്താണ് എൻ്റെ സകലമാന സാധനങ്ങൾ ഞാൻ കയറ്റണത്. അത്യാവശ്യം വലിയൊരു ബാഗാണ്.
നല്ല ടേസ്റ്റുണ്ട്. ഏതാ ഫ്ലേവർ? ആപ്രിക്കോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഫ്ലേവേർഡായിട്ടുള്ള യോഗട്ട് അത്ര നല്ലതല്ല എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ചെറിയ ചെറിയ ഇങ്ങനെ ഉണ്ടോ, ചെറിയ ചെറിയ അതിൻ്റെ ഒരു പീസസ് ഉണ്ട്. ഇപ്പോൾ ആപ്രിക്കോട്ടാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറിലുള്ള അതിൻ്റെ ഒറിജിനൽ ഫ്രൂട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ആ ചെറിയ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിലും. മാംഗോ ഒഴിച്ച് ബാക്കി എല്ലാ ഫ്ലേവറിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ചെറിയ ചെറിയ അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഭയങ്കര കോമൺ ആയിട്ട് റെഗുലർലി മേടിക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് ഞാൻ നാട്ടിൽ വെച്ച് ഒരു തവണ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ കോതമംഗലം മാർക്കറ്റിൽ നിന്ന് ഞാൻ ഒരു തവണ ഭയങ്കര ക്യൂരിയോസിറ്റി, കാരണം ഇത് എന്താ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കത് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു 3 എണ്ണം ഒരു പാക്ക് എന്നുള്ള രീതിയിൽ കിട്ടും. ഇതിൻ്റെ തോരൻ വെച്ച് ഭയങ്കര ടേസ്റ്റാണ്, തേങ്ങയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇത് വെക്കാം എന്നുള്ളതാണ്. ഓൾറെഡി ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ട്. പക്ഷേ ഞങ്ങളൊരു 2 ദിവസത്തേക്കുള്ള കറി, 2 ദിവസമല്ല, ഒരു ദിവസത്തേക്കുള്ള കറി, നാളേക്കുള്ള കറി ഇന്ന് ഉണ്ടാക്കി വെക്കും എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത്. അപ്പം കുറച്ച് എളുപ്പമായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ പിന്നെ നമുക്കിനിയിപ്പോൾ അന്ന് കറി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും വയ്യ. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു ദിവസത്തേക്കും കൂടെയുള്ള എക്സ്ട്രാ കറി ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നത് തോരൻ വെക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാനത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് രണ്ടും വാഷ് ചെയ്തു. ഞാൻ ഇങ്ങനെ കുത്തി ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ലൊരു കത്തി എടുത്താണ്. ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ തന്നോട്ടൊരു കത്തിയുണ്ട്. അതിൻ്റെ കംഫർട്ട് കത്തിയാണ്. നിങ്ങൾക്കറിയായിരിക്കും, അതിൻ്റെ പേര് പോളിഗാർഡാണോ കമ്പനിയുടെ പേര്. പക്ഷേ നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് ആ ഒരു കമ്പനിയുടെയാണ് യൂസ് ചെയ്തിട്ട് തരുന്നത്. എൻ്റെ വീട്ടിലതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിലും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അതിങ്ങനെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ എടുത്തെന്നുള്ളൂ. അപ്പം ഞാനത് ഫുൾ അരിഞ്ഞിട്ട് ഇനി കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും കാണിക്കാം. മീൻ കറി, നമ്മുടെ തോരൻ സൈഡിൽ രണ്ടും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. എൻ്റെ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ ലഞ്ചൊക്കെ സെറ്റായി. ബീൻസ് തോരൻ, അതുപോലെ നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ ആ ഒരു വെജിറ്റബിൾ, പിന്നെ മീൻ, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഞാൻ ലഞ്ച് കഴിക്കുന്ന ടൈമിൽ ഞാൻ ഏതെങ്കിലും നമ്മുടെ പഴയ മലയാളം സിനിമയുടെ ഏതെങ്കിലും കോമഡിയൊക്കെ ഇട്ട് കാണാറുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കണ്ട് ശരിക്കും ഞാൻ നമ്മുടെ കിച്ചണിൽ തന്നെ ഇരുന്നാണ് കഴിക്കാറ്. അവിടെ സൈഡിലൊരു ചെയറുണ്ട്. ഇന്നിപ്പോൾ ചുമ്മാ ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിക്കാൻ തോന്നി. അപ്പോൾ കഴിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഷിഫ്റ്റ് 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ അവിടെ തൊട്ടടുത്തൊരു സ്റ്റോപ്പുണ്ട്. പക്ഷേ ആ സ്റ്റോപ്പിൽ നിന്ന് എനിക്ക് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാങ്കിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നൊരു 8 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ്സിന് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് ബസ് ഉണ്ടാവും. നല്ല കാറ്റാണ്, അതാണ് മുടിയൊക്കെ പറന്ന് ആകെ അലങ്കോലമായിട്ടിരിക്കണത്. അപ്പം ഞാൻ പോകുന്ന വഴിയും ബസ് കയറുന്നതും എൻ്റെ സ്റ്റോപ്പും ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു പാർക്ക്. ഈ വഴി നടന്നു കിടന്നാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഇവിടെ ഡ്രൈവിങ് പഠിക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ്. കാരണം ഇപ്പം ഞാൻ ബസ്സിന് പോകുമ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു 20 മിനിറ്റ്സാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ കാറിന് ഒക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് എത്താം. പക്ഷേ ഞാനിപ്പോൾ ജീവൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു 8 മാസം വെയിറ്റ് ചെയ്യണം. കാരണം ഞാൻ നാട്ടിൽ എനിക്ക് ഡ്രൈവിങ് പേടിയായതുകൊണ്ട് ഞാൻ
ഞാൻ അധികം ഡ്രൈവൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഞാൻ ഒരു ലൈസൻസ് എടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ 8 മാസം വെയിറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പഠിക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഡ്രൈവിംഗ് ഒരു അസറ്റാണെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞു വന്നേ, നമുക്ക് ഡ്രൈവിംഗ് അറിയുമെങ്കിൽ ഇവിടെ നല്ല ഈസിയാണ്. അപ്പം ഞാൻ 8 മാസം കഴിഞ്ഞിട്ട് എന്തായാലും പോയി ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ഓർത്തിട്ട് തന്നെയാണ് ഇരിക്കണത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നടന്നൊക്കെ പോകണം. പക്ഷേ ഇതും ഒരു രസമാണ്. കാരണം നമുക്കിങ്ങനെ ഡെയിലി ഒരു കിലോമീറ്ററൊക്കെ നടക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഞാനിങ്ങനെ പറയുമായിരുന്നു, കാരണം വിൻ്ററിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു മഞ്ഞിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോണതും ഓക്കെ. അപ്പോൾ വിൻ്റർ ഒഴിച്ച് ബാക്കി സമയങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് സമയം സേവ് ചെയ്യാൻ, ടൈം സേവ് ചെയ്യാനൊക്കെ നല്ലത് കാറൊക്കെ ഉള്ളതാണ്. ഇവിടെ ഉണ്ടല്ലോ ചില സമയത്ത് നമുക്ക് ബസ്സുകൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ബസ് ഗൂഗിൾ മാപ്പിൽ 12:34 കാണിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇവർ നേരത്തെ വരും. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 4-5 മിനിറ്റ് മുന്നെയെങ്കിലും ഒന്ന് സ്റ്റോപ്പിലെത്താൻ പാകത്തിന് ഇറങ്ങും. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് എത്താറായി. ഞാനപ്പോൾ ഇനിയിപ്പോൾ ബസ്സിൽ കയറുന്നതും പിന്നെ ബാങ്കിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ബാങ്കിൻ്റെ ഉള്ളിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും, കാരണം പ്രൈവസിയും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഞാൻ ഫുഡ് കഴിക്കുന്ന ഏരിയയും ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിക്കാം. ഈ സിഗ്നൽ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ക്രോസ് ചെയ്യാം കേട്ടോ. ദേ കാണുന്ന എൻ്റെ സ്റ്റോപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞ സിഗ്നൽ. ദേ വരുന്നു എൻ്റെ ബസ്. ഈ ബസ്സിൽ കയറി ഒരു 8-9 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്കിൽ ഡയറക്റ്റ് ചെന്നെത്താം. ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്ക് ഇതാട്ടോ. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് കൂടി കാണിക്കാം. ഞാൻ എത്തി. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ഈ പറക്കഴിച്ചിട്ട് ഷിഫ്റ്റിന് കയറാൻ റെഡി ആവട്ടെ. ഈ മിററിലാണ് ഞാൻ ഇന്നും വന്ന് ഫോട്ടോസ് എടുക്കാറ്, വീഡിയോസൊക്കെ. അപ്പോൾ ബസ് കയറി ഇവിടെ വന്ന് ഫൈനലായിട്ടൊന്ന് ടച്ചപ്പൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ട് ഡെസ്കിലേക്ക് പോവാറ്. ഇപ്പോൾ സമയം 12:45. അപ്പോൾ ഞാനൊന്ന് റെഡിയായി വാഷ്റൂമിലൊക്കെ പോയി വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഒന്ന് സെറ്റാകട്ടെ. അപ്പം ഇനി വൈകിട്ട് കാണാം. ഹായ്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി 5 മണി വരെയായിരുന്നു എൻ്റെ ഷിഫ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ബ്രേക്ക് കിട്ടിയൊരു 15 മിനിറ്റ് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഇറങ്ങി. ഭയങ്കര ഷോർട്ടായിരുന്നു ഇന്നത്തെ ദിവസം, കാരണം എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്കാണ്. അപ്പം അധികം ഇങ്ങനെ കാണിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. 5 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നേരത്തെ ഇരുട്ടാവും. ഈ ഗെയിം ഞാൻ റീസെൻ്റ്ലി കളിച്ച് തുടങ്ങിയതാണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരി അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ഡേ ഒന്നും അല്ലായിരുന്നു. ചെറിയൊരു ഞാൻ എന്തൊക്കെ ഒരു ഡേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.